നമസ്തേ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഒരു രൂപ നീക്കിവെക്കാത്ത സർക്കാർ. നവകേരള സദസ് എന്ന പേരിൽ നാടാകെ നടത്തിയ പ്രഹസനം നാട്ടുകാരെ വെറുപ്പിക്കാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ എന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ വിളിച്ചു പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും കോടികൾ മുടക്കാൻ ഒരുങ്ങുന്ന സർക്കാർ. വൻകിടക്കാർ കയ്യേറിയ റവന്യൂ ഭൂമി അവരിൽ നിന്ന് പണം കൊടുത്ത് തിരികെ ഏറ്റെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന സർക്കാർ. കടമെടുത്ത് ശമ്പളം കൊടുത്ത് സംസ്ഥാനത്തെ കടക്കെണിയിലാക്കുന്ന സർക്കാർ. മലയോര കർഷകരുടെ പേരിൽ കണ്ണീരൊഴുക്കി വോട്ട് പിടിച്ചിട്ടും അവർക്കായി ചെരുവിൽ അനക്കാൻ തുനിയാത്ത സർക്കാർ ഇപ്പോൾ ഭൂനികുതി വർദ്ധിപ്പിച്ച് കർഷകരുടെ കഴുത്തിന് പിടിക്കുന്നു. കർഷക വിരുദ്ധ സർക്കാരോ? സൺഡേ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ BJP പ്രതിനിധി പ്രിന്റു മഹാദേവ്, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ്, കാത്തലിക് കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ ചാക്കോ കാളംപറമ്പിൽ എന്നിവർ ചേരുന്നു. ആദ്യം നമുക്ക് ബിഷപ്പ് പാംപ്ലാനിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. ഇവിടുത്തെ കർഷകൻ ചോര നീരാക്കി പറമ്പിൽ പണിയെടുത്താണ് ഇന്നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ അടക്കം തീറ്റിപ്പോറ്റുന്നത്. സാങ്കേതിക വിദ്യ എത്രമേൽ വളർന്നുകൊള്ളട്ടെ, കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഒരു IT വിദഗ്ധനും ഉച്ചയൂണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. മറിച്ച് അവന് ഭക്ഷണം കിട്ടണമെങ്കിലും ഈ പാവപ്പെട്ട കർഷകന്റെ ചോരയും നീരും നിലത്ത് വീണ് വിത്തിന് പോഷണമേകേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ വസ്തുത നമ്മുടെ കേരള സർക്കാർ മറന്നുപോകുന്നു എന്ന് കാണുന്നത് ദുഃഖകരമാണ്. കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നുവെങ്കിൽ, ഭരണകൂടം കരുതുന്നുവെങ്കിൽ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒന്നേയുള്ളൂ: നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല, കർഷകന്റെ മഹത്വം അറിയുന്നില്ല, അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ്. ഇവിടുത്തെ മലയോര കർഷകർക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വളരെ വ്യക്തമാണ് പിതാവിൻ്റെ വാക്കുകൾ. ആദ്യം പ്രൊഫസർ ചാക്കോ കാളംപറമ്പിലേക്ക്. പ്രൊഫസർ ചാക്കോ, നമസ്തേ, സ്വാഗതം ജനൻ TVയുടെ സൺഡേ ഡിബേറ്റിലേക്ക്. പിതാവിൻ്റെ വാക്കുകൾ അങ്ങും കേട്ടതാണ്. എന്താണ് പിതാവിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്? ആദ്യമായിട്ട് നമ്മുടെ കേരള ബജറ്റില് സർക്കാർ കർഷകരോട് കാണിക്കുന്ന അനീതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ജനകീയ സർക്കാർ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കരുത് എന്നൊരു ആഹ്വാനമാണ് അതിനകത്ത്. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുന്നതിലല്ല, കർഷകർക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുന്നതിലാണ് പിതാവ് വിഷമം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ഈ ബജറ്റില് അത്തരത്തിലുള്ള ഒന്നും തന്നെ പ്രഖ്യാപനങ്ങളല്ലാതെ അവർക്ക് സഹായം എത്തിക്കുന്ന ഒന്നും തന്നെ ഇല്ല. 12 ലക്ഷം റബ്ബർ കർഷകരുള്ള നാടാണ് കേരളം. 35 ലക്ഷം മുതൽ 40 ലക്ഷം വരെ തെങ്ങ് കർഷകരുള്ള നാടാണ് കേരളം. എന്നാൽ ഈ റബ്ബർ കർഷകർക്ക്, തെങ്ങ് കർഷകർക്കൊക്കെ നേരിട്ടുകൊണ്ടുന്ന വലിയ പ്രതിസന്ധി, മറ്റ് നെൽകൃഷി ചെയ്യുന്ന കർഷകർ നേരിടുന്ന പ്രതിസന്ധി, ഈ നാടിനെ തീറ്റിപ്പോറ്റാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സർക്കാർ അതിനെ മറന്നു കളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, ഒരുപക്ഷെ ആ കർഷകരെ എല്ലാം ഇരുട്ടി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം, ഇതിനെയാണ് ശക്തമായിട്ട് ഇവിടെ എതിർക്കപ്പെട്ടത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. തൊഴിലുറപ്പ് പദ്ധതികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് സർക്കാരിന് ഈ തൊഴിലുറപ്പ് പദ്ധതിയെങ്കിലും കർഷകരുടെ കൃഷി മേഖലകളിൽ അവരുടെ സഹായം എത്തിച്ചുകൊണ്ട് അവർക്ക് ഒരു കൈ താങ്ങാക്കാൻ കഴിയുമായിരുന്നു. അത് റബ്ബർ ടാപ്പിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, റബ്ബർ തോട്ടങ്ങൾ വൃത്തിയാക്കുന്ന കാര്യത്തിലാണെങ്കിലും, തെങ്ങ് കർഷകർക്കാണെങ്കിലും, നെൽ കർഷകർക്കാണെങ്കിലും ഒക്കെ ഈ തൊഴിലുറപ്പെങ്കിലും ഇങ്ങോട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് അവർക്കൊരു സഹായഹസ്തം എത്തിക്കാൻ പോലും സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഒരു കാർഷിക ബജറ്റ് ആ തരത്തിൽ ഈ നാടിന് അടിയന്തരമാണെന്ന് കർഷകർ ഒത്തിരി കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ രീതിയിലൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഭൂനികുതിയുടെ വർധനവ്. ഭൂനികുതി വർധനവ് കേൾക്കുമ്പോൾ മന്ത്രി പറയുന്ന 20 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അതിന് 30 രൂപ ഉണ്ടായിരുന്നു, 45 രൂപയായി, അത്രയും ഉണ്ടായുള്ളൂ എന്നാ പറയാം.
വാസ്തവത്തില് മലയോര മേഖലകളിലെ കർഷകർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 1 ഏക്കറോ 2 ഏക്കറോ 3 ഏക്കറോ ഭൂമി ഉള്ളവന് അവൻ ഇപ്പൊ അടച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും കുറഞ്ഞത് 50% നികുതി വർധന വരികയാണ്. ആ ഭൂമിയിൽ കൃഷി ചെയ്തിട്ടൊന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഒന്ന്, വിലയില്ല. രണ്ടാമത്തത് ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ ശല്യം. മൂന്നാമത്തത് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ. ഇതിനെല്ലാം നടുവിലാണ് വീണ്ടും ഭൂനികുതി വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ ഭൂമിയുടെ പാട്ടം കുറച്ച് നമ്മൾ കാണുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സിന്റെ നികുതി കുറച്ച് കാണുന്നുണ്ട്. 450 രൂപ ഉണ്ടായിരുന്ന പുഷ് ബാക്ക് സീറ്റിന്റെ 350 ആക്കി കുറയ്ക്കുക. സ്ലീപ്പർ 900 രൂപ ഉണ്ടായിരുന്ന 350 ആക്കി കുറയ്ക്കുക. അതുവരെ ചെയ്തു കൊടുത്തപ്പോ കർഷകരുടെ ഭൂനികുതി വർദ്ധിപ്പിക്കുകയും അവരുടെ ഈ ദാരിദ്ര്യത്തെ, കർഷകരിൽ മഹാഭൂരിപക്ഷവും ഒരു ഇൻവിസിബിൾ പോവർട്ടിയിലൂടെ കടന്നു പോവുകയാണ്. ഒരു അദൃശ്യ ദാരിദ്ര്യം. നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്ഥലമുണ്ട്, അവർക്കൊരു ചെറിയ വീടുണ്ട്, അവർക്ക് ചിലപ്പോൾ ഒരു വാഹനം ഉണ്ടാവും വീട്ടിൽ, അതൊക്കെ വീട്ടിൽപ്പെട്ട ഉപകരണങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ബാങ്ക് ലോൺ എടുത്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ള ഒരാഗ്രഹത്തിൽ നിന്ന് അവർ ചെയ്തിരിക്കുന്നതാണ്. ഒന്നുകിൽ പണമിടപാടുകാരുടെയോ അല്ലെങ്കിൽ ബാങ്കുകാരുടെയോ അടിമത്തത്തിലാണ് അവരുള്ളത്. അങ്ങനെ ഒരു അദൃശ്യ ദാരിദ്ര്യം നിലനിൽക്കുന്ന ഒരു സമൂഹമായി കേരളത്തിൽ കർഷകരുണ്ട്. ഇൻവിസിബിൾ പോവർട്ടി എന്നാണ് അതിന് നമ്മൾ പൊതുവെ വിവക്ഷിക്കുന്നത്. ദൃഷ്ടിഗോചരമല്ലാത്ത ഒരു ദാരിദ്ര്യം ഈ സമൂഹം നേരിടുന്നു. ഒരുപക്ഷെ BPL-ന്റെ ഡെഫിനിഷൻസ് പോലും ഒന്ന് പുനർനാമകരണം ചെയ്താൽ അല്ലെങ്കിൽ പുനർനിർവചിച്ചാൽ ഈ വിഭാഗങ്ങളെല്ലാം BPL-ൽ പെട്ടുപോകുന്നവരാണ്. ഇത്തരം ഒരു സമൂഹത്തെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള കടക്കണിയിലേക്ക് വീണ്ടും തള്ളിവിട്ടുകൊണ്ട് അവരുടെ ഭൂനികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ കഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. പ്രൊഫസർ ചാക്കോ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ചർച്ച മുന്നോട്ട് പോകുന്ന വേളയിൽ ശ്രീ പ്രിന്റു മഹാദേവ്, നമസ്തേ. നമ്മളൊരു കാഴ്ച കണ്ടിരുന്നു ഏതാനും വർഷം മുമ്പ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പേരിൽ, കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ പേരിൽ മലയോര കർഷകർക്കായി കണ്ണീരൊഴുക്കുകയും ഒരു സ്ഥാനാർത്ഥിയെ സൃഷ്ടിച്ചെടുത്ത് ഒരു MP-യെ സൃഷ്ടിക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് യഥാർത്ഥത്തിൽ മലയോര കർഷകർ നേരിടുന്ന പ്രശ്നം, കാർഷിക മേഖല നേരിടുന്ന പ്രശ്നം, കർഷകർ നേരിടുന്ന പ്രശ്നം, ഇത് ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാൻ, അവർക്കായിട്ട് എന്തെങ്കിലും ചെയ്യാനൊരു അവസരം കിട്ടുമ്പോൾ അതിന് സമയമില്ല. നവകേരള സദസ്സിന് 500 കോടി, ഇതുകൊണ്ട് നാട്ടുകാരെ വെറുപ്പിച്ചേയുള്ളൂ എന്ന് സ്വന്തം പാർട്ടിക്കാർ ജില്ലാ സമ്മേളനങ്ങളിൽ അടക്കം വന്നിരുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും ഇന്ന് എടുക്കുന്ന ഈ നടപടിയുടെ അർത്ഥം എന്താണ്? ഈ ഒഴുക്കുന്നതൊക്കെ വെറും മുതലക്കണ്ണീരെന്നാണോ? ഈ കവിതയും പ്രസംഗവും മാത്രമാണോ കർഷകർക്കായി ഇവർ നീക്കി വെച്ചിട്ടുള്ളത്? പ്രിന്റു. തീർച്ചയായും. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2ാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റിനകത്ത് കർഷകരെ സഹായിക്കുന്ന യാതൊരു തരത്തിലുള്ള ഒരു പദ്ധതികളും പ്രഖ്യാപിക്കുന്നില്ല. അതോടൊപ്പം മാത്രമല്ല, നിലവിലെ കർഷകരുടെ നടുപിടിക്കുന്ന സമീപനവുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബഡ്ജറ്റിനെ നമ്മൾ മൊത്തം വിലയിരുത്തുന്ന സമയത്ത് കാർഷിക മേഖലയുടെ ആകെ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ച പണം എന്ന് പറയുന്നത് ഒരു 100 കോടി രൂപയാണ്. ആ 100 കോടി രൂപ എന്ന് പറയുന്ന ഒരു കേര പദ്ധതിക്കും, കേര എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അത് കേരളത്തിൽ ഇനി നമ്മൾ ഏറ്റവും വലിയ ചർച്ചയാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പ് പദ്ധതിയായിട്ടാണ് ഈ കേര പദ്ധതിയെ നമ്മൾ കാണുന്നത്. നാളുകളിൽ ചർച്ചയാകും, ഒരു സംശയം വേണ്ട. ഈ കേര പദ്ധതി എന്ന് പറയുന്നത് ഈ കാർഷിക മേഖലയെ, കേരളത്തിലെ കാർഷിക മേഖലയെ സഹായിക്കാൻ വേണ്ടി വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടിയിട്ട് കേരള കാലാവസ്ഥ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല എന്ന പേരിൽ നിന്ന് വേൾഡ് ബാങ്കിൽ നിന്ന് 2400 കോടി രൂപ എടുക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ വിഹിതം ചെലവഴിക്കേണ്ടത് 4 വർഷം കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, സർക്കാരിന്റെ ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് പറയുന്നത്. ഈ കേര പദ്ധതിക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ 100 കോടി രൂപയും 2400 കോടി രൂപ ഈ നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി കഴിഞ്ഞ ബഡ്ജറ്റിനകത്തും പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേപ്പർ പോലും ചലിപ്പിക്കാൻ ഈ സർക്കാർ തയ്യാറാക്കിയിട്ടില്ല. അപ്പൊ അതിനർത്ഥം കർഷകന്റെ പേരിൽ നിന്ന് വേൾഡ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന 2400 കോടി രൂപയും ഇവിടത്തെ വകമാറ്റി ചെലവഴിക്കാനുള്ള ഒരു വകുപ്പായിട്ടാണ് ഈ സർക്കാർ കാണുന്നത്. അത് തന്നെയാണ് ഈ സർക്കാരിന് ഏറ്റവും വലിയൊരു തട്ടിപ്പ്, കർഷകന്റെ നടുവൊടിക്കുന്ന സർക്കാരാണ് എന്ന് പറയാനുള്ള ഒരു കാരണം. അപ്പൊ കേരളത്തിന്റെ ഒരു മൊത്തം കടബാധ്യത ഇപ്പോൾ ബഡ്ജറ്റിനകത്ത് പറയുന്നത് നമ്മുടെ CAG റിപ്പോർട്ട് പ്രകാരം 4.15 ലക്ഷം കോടി രൂപയാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ വേൾഡ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന, കർഷകന്റെ പേരിൽ നിന്ന് എടുക്കുന്ന 2600 കോടിയുടെ ബാധ്യത കൂടിയും കേരളത്തിന് ഉണ്ടാവുക എന്നല്ലാതെ കേരളത്തിന്റെ കർഷകനെ സഹായിക്കാനുള്ള ഒരു നടപടിയുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നില്ല.
നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ നടന്നത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ്. ഇപ്പൊ മലയോര കർഷകനെ കുറിച്ച് കണ്ണീരൊഴുക്കുന്ന സർക്കാർ, ഇവിടുത്തെ അടിസ്ഥാന നെൽകർഷകനെ കുറിച്ച് കണ്ണീർ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഡൽഹിയിലൊക്കെ കർഷക സമരത്തിന്റെ പേരിൽ ഇവർ നടത്തിയിട്ടുള്ള മുതലക്കണ്ണീരൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിൽ പെട്ടിട്ടുള്ള കർഷകരെ സഹായിക്കാൻ ഈ സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത്? കർഷകരെ സഹായിക്കേണ്ട, കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്ന് ഈ സർക്കാർ പിന്മാറണം. കാരണം നമുക്കൊരു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർഷകന്റെ കയ്യിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ല. കൊപ്ര സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ല. ഇപ്പൊ കേന്ദ്ര സർക്കാർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കർഷകരെ സഹായിക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, നെല്ലിന്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ 7 രൂപ 20 പൈസ കുറയ്ക്കാണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ശരാശരി നോക്കൂ, അപ്പൊ കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കുറച്ചുകൊണ്ട് ഇവിടുത്തെ നെൽ കർഷകരെ കുറിച്ച് ദ്രോഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുടിശ്ശിക കൊടുക്കാനുള്ള കുടിശ്ശിക ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റും ഇവിടെ ഉണ്ടായി. നമ്മൾ രണ്ടും താരതമ്യം ചെയ്യണമല്ലോ, 2 ബഡ്ജറ്റ്. അതിനകത്ത് പ്രധാനമായിട്ടും ഈ 4 തൂണുകളെ കുറിച്ചാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യത്തിന്റെ 4 എഞ്ചിനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനായി പറഞ്ഞത് അദ്ദേഹം കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിനകത്ത് 1.79 കോടി കർഷകരെ ദത്തെടുക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അത് മാത്രമല്ല, നോക്കൂ, സിസ്റ്റമാറ്റിക് ആയിട്ട് കാർഷിക മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന 100 ജില്ലകളെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു. ആ ജില്ലകളിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. അവിടെ ആധുനിക കാർഷിക മേഖലയിലെ സാങ്കേതിക വിദ്യകൾ അവിടുത്തെ ഗ്രാമങ്ങളിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉൽപാദനവും മണ്ണിന്റെ മൂല്യക്ഷമതയും പരിശോധിക്കാനുള്ള മാർഗങ്ങളുമായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡിന് 5 ലക്ഷം രൂപയാക്കിക്കൊണ്ട് സാധാരണക്കാരനായിട്ടുള്ള കർഷകനെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവനാവശ്യമായ വായ്പ തരപ്പെടുത്താനുള്ള പദ്ധതികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ കേന്ദ്രം കർഷകന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിയിൽ ഒന്നാമത്തെ എഞ്ചിനായിട്ട് കൃഷിയെ കാണുമ്പോൾ ഇവിടെ കർഷകന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇവിടെ കർഷകനെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സർക്കാരിന്റെ പദ്ധതികൾ മുഴുവൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ നോക്കൂ, ഭൂമി 50% ഭൂനികുതി വർദ്ധിപ്പിക്കുന്നത് സർവ്വസാധാരണക്കാരനായ ജനങ്ങളുടെ അവനുണ്ടാകുന്ന അമിതമായിട്ടുള്ള സാമ്പത്തിക ഭാരത്തിന് അത് കാരണമാകുന്നു. അപ്പൊ ശാസ്ത്രീയമായി ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു തരത്തിലുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ആകെ നമ്മൾ കാണുന്നത് മന്ത്രി വന്ന് കൊയ്ത്തുത്സവം നടത്തുന്നു, MLA പോയിട്ട് ഞാറ് നടന്നു. അതല്ലല്ലോ കേരളത്തിന്റെ കാർഷിക സമൃദ്ധിക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. കാർഷിക ഉൽപാദനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കൂ, നമ്മളറിയാം കാലാവസ്ഥയ്ക്ക് അനുസൃതമായിക്കൊണ്ടുള്ള വിവിധ മൂല്യവർദ്ധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖല ഉൽപ്പാദിപ്പിക്കേണ്ട സാഹചര്യം ഈ രാജ്യത്തുണ്ട്. വിവിധ പുതിയ വിളകളുടെ നമ്മുടെ ഭക്ഷ്യരീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷ്യരീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ട് അപ്പൊ കാലാനുസൃതമായിട്ടുള്ള നിരവധി വിളകളെ പരീക്ഷിക്കപ്പെടേണ്ടത് ഈ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും ആവശ്യകതയാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, നമുക്കറിയാം നമ്മളുടെ ഒരു 10 വർഷത്തിനപ്പുറത്ത് ഇപ്പൊ നമ്മളുടെ പ്രാദേശിക കർഷകർ ഇനീഷ്യേറ്റീവ് എടുത്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നോക്കൂ, ഇപ്പൊ റംബൂട്ടാൻ പോലെയുള്ള വിദേശ ഇനം വിളകൾ, ഈ വിളകൾ ഇന്ന് കേരളത്തിൽ വളരെ സമൃദ്ധമായിട്ട് വളരുന്നു. അത് പ്രാദേശികമായിട്ടുള്ള നമ്മുടെ കർഷകരുടെ ഇനീഷ്യേറ്റീവാണ്, സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമല്ല. ഇപ്പൊ 1 ഏക്കറിനകത്ത് റംബൂട്ടാൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 15 ലക്ഷം രൂപ വരെ വരുമാനമുള്ള പദ്ധതികളുണ്ട്. അപ്പൊ നോക്കൂ, പുതിയ ഇനം കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മൂല്യവർദ്ധിതമായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നടപടികളും ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നില്ല. അപ്പൊ കാർഷിക മേഖലയെ തകർക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ. അതേ സമയത്ത് തന്നെ മലയോര അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇടുക്കിയിലടക്കം ഈ മലയോര കർഷകന്റെ പേര് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ പേരിൽ ഒക്കെ തന്നെ മുതലക്കണ്ണീരൊക്കെ MBA സൃഷ്ടിച്ച സർക്കാരാണിത്. അപ്പൊ ഇവരുടെ കർഷകനോടുള്ള ഈ കാപട്യം ഈ രാജ്യത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമായിട്ട് നമ്മൾ ബഡ്ജറ്റിനെ സസൂക്ഷ്മം വിലയിരുത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർഷകനെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരായിട്ട് പിണറായി സർക്കാർ മാറിയിട്ടുണ്ട്. പ്രിന്റിലേക്ക് മടങ്ങി വരാം. ശ്രീ ഡോക്ടർ ജയരാജ്, നമസ്തേ. ഒരല്പം വൈകി അന്ന് തുടങ്ങിയതുകൊണ്ട് ചോദ്യം ഇതായിരുന്നു: ഈ ബജറ്റിൽ ഭൂനികുതി വർദ്ധിപ്പിച്ചു, ശരി. ക്ഷേമ പെൻഷൻ കൂട്ടാൻ 1 രൂപയില്ല. നവകേരള സദസ്സിനെ വിമർശിച്ച് പാർട്ടി സമ്മേളനങ്ങളിൽ തന്നെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നു. അപ്പോൾ അതിന് 500 കോടി. എന്താണ് ഈ സർക്കാർ കർഷകർക്ക് വേണ്ടി ചെയ്തത്? അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണിത്. എന്തു പദ്ധതി, എന്ത് നീക്കിവെച്ചു? 2-3 ചോദ്യങ്ങൾ പ്രിന്റു ചോദിച്ചത് അങ്ങ് കേട്ടില്ലെങ്കിൽ, കേര പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 100 കോടി വകയിരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകബാങ്കിൽ നിന്ന് 2500-2600 കോടി രൂപ കടമെടുത്ത്
കർഷകർക്ക് കൊടുക്കാനല്ല സർ. അത് വീണ്ടും വകമാറ്റി ചെലവഴിച്ച് ആ കടക്കെണി, ആ ഭാരം കൂടി ഇവിടുത്തെ സാധാരണക്കാരൻ്റെ തലയിൽ കെട്ടിവെക്കാൻ. ഒന്നൊന്നായി ചോദിക്കാനുണ്ട് സർ. ഇതിനുള്ള മറുപടി സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദ്രോഹിക്കാതിരുന്നുകൂടെ? ഞാൻ ചർച്ചയുടെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിരുന്നു പ്രദീപ് സാറേ. അതായത് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രതിനിധി പറയുന്നത് കേന്ദ്ര ബജറ്റിനെയും കേരള ബജറ്റിനെയും കമ്പയർ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് വരാം സർ, നമുക്ക് അതിലേക്ക് വരാം. ആ പോയിന്റ് ഞാൻ തന്നെ റേസ് ചെയ്യാം. അതിനു മുമ്പ് പ്രൊഫസർ ചാക്കോ കാളംപറമ്പിൽ, കത്തോലിക് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ഒരു കാര്യം പറഞ്ഞു വളരെ. അതിനു മുമ്പ് ഇനി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തലശ്ശേരിയിൽ നിന്ന് പിതാവ് അതിരൂക്ഷമായ ഒരു വിമർശനം നടത്തിയിട്ടുണ്ട്. കർഷകന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഭൂനികുതി വർദ്ധിപ്പിച്ചിട്ട് വേണമോ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥ വൃന്ദത്തെ തീറ്റിപ്പോറ്റാൻ, അല്ലെങ്കിൽ അവരുടെ ശമ്പളം കൂട്ടാൻ? എന്തിനിങ്ങനെ കർഷകരെ ദ്രോഹിക്കുന്നു? മലയോര കർഷകർക്കായിട്ട് ചെറുവിരൽ അനക്കാത്ത സർക്കാർ ഈ ബജറ്റിൽ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിനെ തുടർന്നുണ്ടായ വിമർശനങ്ങളാണ് അങ്ങ് കേട്ടത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ബജറ്റുകളെ താരതമ്യം ചെയ്തത്. അത് ഇത്രേ പറഞ്ഞുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിൽ AI മുതൽ, നമ്മുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്നത് മുതൽ, മേക്ക് ഇൻ ഇന്ത്യ വർദ്ധിപ്പിക്കുന്നത് മുതൽ, ഇങ്ങ് ഗ്രാമീണ മേഖലയിൽ കർഷകരെ, കോടിക്കണക്കിന് കർഷകരെ ചേർത്ത് പിടിച്ച് അവരെ ദത്തെടുത്ത് അവരെ സ്വന്തം കാലിൽ നിർത്താൻ, അവരെ ശാക്തീകരിക്കാനുള്ള നടപടികളും കണ്ടു. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ, കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ അടിക്കടി കുറയ്ക്കുകയാണ്. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ പേരിൽ മലയോരത്ത് പോയി കണ്ണീരൊഴുക്കി അവിടെ ഒരു MP സൃഷ്ടിച്ച സർക്കാരും മുന്നണിയും എന്തു ചെയ്യുന്നു? ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, അതിനു മുമ്പ് തുടക്കത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ട്. അതായത് 2015 വരെയുള്ള 3 വർഷത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 6.8 ടണ്ണായിരുന്നു കേരളത്തിൻ്റെ ഉൽപ്പാദനം, കാർഷിക ഉൽപ്പാദനം. അത് 2023-24 ആയപ്പോഴത്തേക്കും 17.2 ലക്ഷം ടണ്ണായി. അപ്പോൾ എത്ര ശതമാനമാണ് വർധന എന്നൊന്ന് കണക്കുകൂട്ടി നോക്കിയോ. കാർഷിക മേഖലയിൽ കൃത്യമായ ഇടപെടൽ നടത്താതെ അത്രയധികം ഉൽപ്പാദനക്ഷമത ഉണ്ടാകുമോ? എൻ്റെ ആദ്യത്തെ ചോദ്യം. 2025-26 727.40 കോടി രൂപയുടെ പ്രഖ്യാപനമാണ് എല്ലാ ജില്ലകളിലേക്കും. അതിനു പുറമെയാണ് നബാർഡ് വായ്പാ പദ്ധതി പ്രകാരമായി 25 കോടി വകയിരുത്തിയത്. വിള പരിപാലന മേഖലയ്ക്ക് 535.50 കോടി രൂപ, നെല്ല് വികസനത്തിന് 150 കോടി രൂപ, സുസ്ഥിര നെൽകൃഷിക്ക് ഹെക്ടറിന് 5000 രൂപ വെച്ച് കർഷകന് റോയൽറ്റി. ഇങ്ങനെ 250 അധ്യായം തൊട്ട് പാരഗ്രാഫ് തൊട്ട് 270 വരെ എൻ്റെ കയ്യിലിരിക്കുന്നത് ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗമാണ്, ബജറ്റിൻ്റെ റിപ്പോർട്ടാണ്. കേരള കർഷക സർവകലാശാലയുടെ റിസർച്ചിന് 43 കോടി രൂപ, പച്ചക്കറി വികസനത്തിന് 78 കോടി രൂപ, നാളികേരത്തിന് 73 കോടി രൂപ, സുഗന്ധവ്യഞ്ജന വികസനത്തിന് 7.6 കോടി രൂപ, പഴവർഗ്ഗം ഔഷധ സസ്യങ്ങൾ 18.92 കോടി രൂപ, പാലക്കാട് പെരുമാട്ടി ആഗ്രോ പാർക്കിന് 16 കോടി രൂപ. കാലാവസ്ഥ വ്യതിയാന, ഇതാണല്ലോ പ്രശ്നം. കാലാവസ്ഥ വ്യതിയാന സമഗ്ര കാർഷിക വികസനത്തിന് 2305 കോടി രൂപ ലോക ബാങ്കിൻ്റെ ഭാഗമായിട്ട് വിലയിരുത്തി. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ സമഗ്രമായ രീതിയിൽ ഈ 2305 കോടി രൂപ കർഷകർക്ക് ഡയറക്റ്റായിട്ട് ഇംബേഴ്സ് ചെയ്യുന്ന പൈസയല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ആദ്യമായി നമ്മളൊരു ക്ലൈമറ്റ് കോൺക്ലേവ് ഇവിടെ നടത്തിയിരുന്നു. എല്ലാ സ്കൂളുകളിലും കാലാവസ്ഥ മാപിനികൾ സ്ഥാപിച്ചു. കുട്ടികളെക്കുറിച്ച് കാലാവസ്ഥയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും മഴക്കുഴി സംരക്ഷണത്തിൻ്റെയും അതായത് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോകബാങ്ക് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ തുക വിലയിരുത്തിയത്, ചെലവാക്കുന്നത്. അല്ലാതെ കർഷകരുടെ പേര് പറഞ്ഞ് കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള പൈസ എടുത്ത് വകമാറ്റി ചെലവഴിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. അതായത് നമ്മളുടെ കരിയില സംഭരണമായിക്കോട്ടെ, ഇത് വേസ്റ്റ് നിർമ്മാർജ്ജനം ആയിക്കോട്ടെ, പ്ലാസ്റ്റിക്കിന് നിർമ്മാർജ്ജനം, ഇത് പല പല വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഹരിത കേരള പദ്ധതി ആയിക്കോട്ടെ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പദ്ധതി കാലാവസ്ഥാ വ്യതിയാനത്തിനെ എങ്ങനെ ചെറുക്കാം, സമഗ്രമായി നമ്മൾക്ക് എങ്ങനെ ചെറുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ലോകബാങ്ക് ഈ പൈസ തന്നത്. അത് കർഷകന്റെ പേരും പറഞ്ഞ് പൈസ വാങ്ങി തട്ടിയെടുക്കുക എന്നൊക്കെ പറയുന്ന ആരോപണം തികച്ചും ബാലിശമാണ്. ഞാൻ ഈ പറഞ്ഞ വളർച്ചാ നിരക്ക് തന്നെ, അതായത് 6.28 കോടി ടണ്ണിൽ നിന്ന് 17.2 ലക്ഷം ടണ്ണെന്ന് പറയുമ്പം
എത്ര ഇരട്ടി വികസനമാണ് ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയിൽ അത്രയും വലിയ വികസനം ഏതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ കാർഷിക വികസനം എന്നുള്ളത്? പിന്നെ ഈ പറഞ്ഞതുപോലെ മറ്റ് കർഷകർ കണ്ടെത്തുന്ന പുതിയ വിളകൾ, ആ പുതിയ വിളകൾ പലതരത്തിലുള്ള കർഷകർ പല രീതിയിലുള്ള സമീപനങ്ങളും നടത്താറുണ്ട്. അത് ശാസ്ത്രീയമായ പഠനങ്ങളൊന്നുമല്ല. ഇപ്പൊ റംബൂട്ടാൻ എന്ന് പറയുന്ന സാധനം നട്ടു വളർത്തിയതിന്റെ ഭാഗമായിട്ട് പഴവർഗ്ഗങ്ങൾ ധാരാളമായി കഴിക്കുന്ന വവ്വാലുകൾ വരികയുണ്ടായി. അതിനെ തുടർന്ന് നിപ്പ തോടെയുള്ള അസുഖങ്ങൾ വളരെയധികം കൂടുതലായി. ഇത് മലേഷ്യയിലൊക്കെ മാത്രം കാണുന്ന ഒരു സാധനമായിരുന്നു. അത് നമ്മുടെ നാട്ടിലോട്ടും ഈ പഴവർഗ്ഗങ്ങൾ ധാരാളമായി കൃഷി ഡോക്ടർ ജയരാജ്, നമുക്ക് പുതിയ കൃഷിയെ കുറിച്ച് ഉള്ള ചർച്ചയിലേക്ക് വരാം. അതിനു മുമ്പ് അങ്ങ് ഉന്നയിച്ച വാദങ്ങൾ, അങ്ങ് ഉന്നയിച്ച ന്യായീകരണങ്ങൾ, അങ്ങ് ഉന്നയിച്ച അവകാശവാദങ്ങൾ പ്രൊഫസർ ചാക്കോയിലേക്കും പ്രിന്റുവിലേക്കും പോയിട്ടൊന്ന് വരാം. പ്രൊഫസർ ചാക്കോ സാർ, എന്തെല്ലാമാണ് ഈ സർക്കാർ കർഷകർക്കായി ചെയ്തത്? എത്ര കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്? എന്നിട്ടും ഈ സർക്കാരിനെ വിമർശിക്കുന്നത് ശരിയാണോ? അദ്ദേഹത്തിന്റെ ആ ആത്മവിശ്വാസത്തെ ഒരുപക്ഷെ ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. പക്ഷേ അത് വസ്തുതാപരമല്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കാരണം മരണാസന്നനായിട്ടുള്ളൊരു പിതാവ് വക്കീലിനെ വിളിച്ച് മക്കൾക്ക് വിഹിതം കൊടുക്കാനായിട്ട് 2 ഏക്കറും അതുപോലെ തന്നെ 10 ലക്ഷം രൂപയും ഒരു മകന്, 2 ഏക്കർ ഒരു കടമുറിയും മറ്റൊരു മകന്, 2 ഏക്കറും വീടും വേറൊരാൾക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം വീതം വെച്ചു. വീതം വെച്ചെല്ലാം എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഞാൻ ഉണ്ടാക്കും? അതുപോലുള്ള ചില പ്രഖ്യാപനങ്ങളാണ്. ഇതിങ്ങനെയാണ് ഈ പ്രായത്തിൽ എനിക്കിത് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം. അദ്ദേഹം എഴുതി വെച്ചു. അതുപോലെ ഒത്തിരി ആഗ്രഹങ്ങൾ ബജറ്റിൽ എഴുതി വെക്കുകയാണ്. വാഗ്ദാനങ്ങളാണ്, നിറവേറപ്പെടുന്നില്ല. കഴിഞ്ഞ വർഷം തന്നെ വകയിരുത്തിയ പല ഇനത്തിലും വന്യജീവി ആക്രമണത്തിന് ഇപ്പൊ 50 കോടി രൂപ വിലയിരുത്തി. കഴിഞ്ഞ വർഷം 48 കോടി രൂപ വിലയിരുത്തിയിൽ കേവലം 47% ചെലവഴിച്ചത്. കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണത്. 47% ചെലവഴിച്ചത്. 47 കോടി രൂപ വെച്ചത്. ഇപ്പൊ 50 കോടി വെച്ചിട്ടുണ്ട്. 300 കോടി വന്യമൃഗങ്ങൾക്ക് സംരക്ഷണത്തിനായിട്ട് ചെലവഴിക്കുകയാണ്. മറുവശത്ത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ട എന്നുള്ളതല്ല, പക്ഷെ മനുഷ്യജീവനെ ഇദ്ദേഹം പറയുന്ന ഈ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്, സുസ്ഥിര വികസനത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് മനുഷ്യനായിരിക്കണമെന്ന് യുനെസ്കോ ഡിക്ലറേഷൻ 1992 റിയോ ഡിക്ലറേഷൻ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യനെ മാറ്റിക്കൊണ്ട് നിർത്തിക്കൊണ്ടാണോ ഈ സുസ്ഥിര വികസനം സാധ്യമാകുക? വന്യജീവി നിയമത്തിന്റെ പരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ബഹളവുമായി വന്നു കഴിഞ്ഞ് ജനങ്ങൾ എതിർത്ത് കഴിഞ്ഞപ്പോൾ തൽക്കാലം അത് മരവിപ്പിച്ചു വെച്ചു. പക്ഷെ ഇന്നും കേരളത്തിലെ 16,000 കിലോമീറ്റർ നീളത്തില് ജനവാസ കേന്ദ്രങ്ങളും വനഭൂമിയും തമ്മിൽ അതിർത്തി പങ്കിടുമ്പോൾ അവിടെ കേവലം 3000 താഴെ കിലോമീറ്റർ നീളത്തിലാണ് നാമമാത്രം ഫെൻസിംഗ് എങ്കിലും ഉള്ളത്. ബാക്കി 13,000 കിലോമീറ്ററിലധികം ഏരിയയിൽ ഒരു ഫെൻസിംഗുമില്ല. വിദേശ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നു. വന്യമൃഗങ്ങളുടെ എണ്ണം അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അതനുസൃതം അല്ലാത്ത വിധത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. കടുവയായാലും ആനയായാലും എല്ലാം. ഇതിനെ നിയന്ത്രിക്കാൻ എന്ത് നിയന്ത്രണങ്ങളാണുള്ളത്? ഈ മനുഷ്യനെ വന്യമൃഗങ്ങളെ കൊണ്ട് കൊല്ലിച്ചിട്ട് വന്യജീവി മനുഷ്യ സംഘർഷണ ഓമന പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ സുസ്ഥിര വികസനമാകില്ല. സുസ്ഥിര വികസനത്തിന് വന്യജീവികളെ വനത്തിൽ സംരക്ഷിക്കുകയും മനുഷ്യനെ, കേരളത്തിന്റെ 1/3 ഭാഗമാണ് 1.25 കോടി വീടുകളോളമുള്ള 3.5 കോടി ജനങ്ങൾ ആവസിക്കുന്ന കേന്ദ്രം. ബാക്കി 2 ഭാഗങ്ങളും നമുക്കറിയാം, ഒന്നുകിൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ റിസർവ് ഫോറസ്റ്റുകളോ അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൈവശം ഇരിക്കുന്ന ഭൂമിയോ, ഇനി അതുമല്ലെങ്കിൽ അണക്കെട്ടുകളും റോഡുകളും പുഴകളും റെയിൽവേ ട്രാക്കുകളും പാലങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുന്നു. അപ്പൊ ഈ 1/3 ഭാഗത്തേക്കെങ്കിലും വന്യജീവികൾ എത്താത്ത വിധം സംരക്ഷിക്കാൻ എന്ത് നടപടിയുണ്ട്? മറ്റൊരു കാര്യം, 100 കോടി രൂപയാണ് വാഹനങ്ങൾ പുതിയത് പർച്ചേസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. ഈ കർഷകർക്ക് 10 രൂപ കൊടുക്കാതെ, കാർഷിക തൊഴിലാളിയുടെ പെൻഷൻ പോലും 10 രൂപ കൂട്ടാതെ 100 കോടി രൂപ കേരളത്തിൽ വാഹനം വാങ്ങാനായിട്ട് മാറ്റിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് നീതീകരിക്കാൻ കഴിയുക? ഇനോവ കാറിലോ അല്ലെ 10, 30, 35 ലക്ഷം രൂപയിൽ കുറഞ്ഞ കാറിലോ ഈ പറയുന്ന ജനപ്രതിനിധികൾ പഞ്ചായത്ത് തുടങ്ങി അങ്ങോട്ടും സഞ്ചരിക്കാൻ നിർബന്ധിതമായി തീരുന്നു, അല്ലെങ്കിൽ അവർ അതിനുള്ള ഒരു സുഖലോലപിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഡൽഹിയിൽ ഭരിക്കുന്ന, ഈ അടുത്ത ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യായിരുന്നു, ഡൽഹിയിൽ ഭരിക്കുന്ന മന്ത്രിമാരൊക്കെ പോകുന്നത് 10-15 ലക്ഷം രൂപയുടെ വാഹനങ്ങളിലാണ്. അപ്പൊ അതിനുശേഷമാണ് അതിന്റെ കൂടെ 100 കോടി രൂപ വാഹനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ നൊമ്പരം കാണാൻ ഇവർക്ക് കഴിയുന്നില്ല. സ്കോളർഷിപ്പുകൾ വെട്ടിച്ചുരുക്കി, ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതിന് 2 ആഴ്ച മുമ്പാണ് മൈനോറിറ്റീസ് വിദ്യാർത്ഥികൾ കൊടുക്കേണ്ട 9ഓളം സ്കോളർഷിപ്പുകൾ 50% വെട്ടിക്കുറച്ചത്. അപ്പൊ ഇത് എങ്ങനെയാണ് തമ്മിൽ പൊരുത്തപ്പെടുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ വ്യാപകമായിട്ട് കുറെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഭൂനികുതിയുടെ പരിധി ഉയർത്തി എങ്ങനെ നമുക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയും?
മലയോര മേഖലയിൽ അടക്കമുള്ള ജനങ്ങൾ ഭൂമിയിൽ നിന്ന് ഒരു 10 രൂപ ഒരു ഏക്കർ റബ്ബർ ഉണ്ടെങ്കിൽ അതിന് 3000 രൂപയാണ് അതിൽ കിട്ടാവുന്ന അറ്റാദായം എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് ജീവിത ചെലവ് തന്നെ 7000-8000 രൂപ വരുന്നുണ്ട് ഒരു മാസത്തിൽ ചുരുങ്ങിയത്. അത് എങ്ങനെ ഇതിനെ ന്യായീകരിക്കും? ആ സ്ഥലത്തിന് നികുതി കൊടുക്കേണ്ട സാഹചര്യം അതിന്റെ 50% വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു കർഷക സമൂഹത്തെ മരണക്കിടക്കയിലേക്ക് എടുത്തു കിടക്കുന്നതിന് തുല്യമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുക. അതിനൊപ്പമാണ് ടോൾ പിരിവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ കിഫ്ബിക്ക് ലാഭം ഉണ്ടാക്കാനായിട്ടുള്ള പരിശ്രമൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിലെ നൊമ്പരപ്പെടുന്ന സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യേണ്ട ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അവരെ നീക്കി നിർത്തിക്കൊണ്ട് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മെച്ചമുണ്ടാകത്തക്ക വിധത്തിൽ മാത്രം പ്രവർത്തിക്കുകയും ഇവരെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ സംഘടിത ശക്തികളായിട്ടുള്ള അവരെ മാത്രം പരിഗണിക്കുകയും അതേസമയത്ത് കേരളത്തിന്റെ അനുദിന അന്നം നൽകുന്ന കർഷകനെ തമസ്കരിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണെന്നു. ഇദ്ദേഹം പറയുന്നു ഈ 6.8 ലക്ഷം ടണ്ണിൽ നിന്ന് 17.2 ലക്ഷം ടണ്ണായെന്ന്. ഞാൻ വാദഗതിക്ക് അംഗീകരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ പുറമേ നിന്ന് നമുക്ക് ഈ പറയുന്ന ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അന്നത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി പോലും വരില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കണക്കിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിച്ച് കാണിക്കാൻ കഴിയും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ജനങ്ങളുടെ പ്രതിസന്ധികളെ, അവർ നേരിടുന്ന വെല്ലുവിളികളെ, അവർ കടക്കണിയിൽ വീണ് കിടക്കുന്ന സാഹചര്യങ്ങളെ, അവർക്ക് ജീവിക്കാൻ മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ചില കണക്കുകൾ കാണിച്ച് പെരുപ്പിച്ചുകൊണ്ട് കാര്യമായിട്ടില്ല. അതല്ല ഒരു സർക്കാരിന്. അങ്ങയിലേക്ക് മടങ്ങിയെത്താം. കാര്യം ഇനി പ്രിന്റുവിലേക്ക് കൂടെ പോയിട്ടുണ്ട്. പ്രിന്റു മഹാദേവ്, എന്ത് ക്രൂരമായി പോയി അങ്ങയുടെ വിമർശനം. കേട്ടില്ല ഈ കണക്കുകൾ? അല്ല, ഈ ജയരാജ് സാറിന്റെ കണക്കുകളൊക്കെ കേട്ടപ്പോ സത്യത്തിൽ അദ്ദേഹം ഈ പ്രഖ്യാപനങ്ങളെയാണ് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളായിട്ട് പറയുന്നത്. അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം. പ്രഖ്യാപനങ്ങൾ വേറെയാണ്, ബഡ്ജറ്റിനകത്ത് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വേറെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ബഡ്ജറ്റിനകത്ത് 70ഓളം പദ്ധതികൾക്ക് പദ്ധതി വിഹിതം എന്ന് പറഞ്ഞാൽ 1 കോടിക്കും 10 കോടിക്കും ഇടയിലാണ്. നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിന്റെ കാർഷിക മേഖലയായിക്കോട്ടെ, ഏതൊരു മേഖല, അതിനർത്ഥം എന്താണ്? കൺസൾട്ടൻസിയാണ്. ഇപ്പോൾ അത് ഈ ബഡ്ജറ്റിനകത്തുള്ള ഈ CPM ഇടതുപക്ഷം കണ്ടെത്തിയ പുതിയൊരു തട്ടിപ്പാണത്. ഇപ്പൊ കൺസൾട്ടൻസി, അപ്പൊ കൺസൾട്ടൻസിക്ക് വേണ്ടിയിട്ട് ഇത്രയും പണം മാറ്റിവെക്കുക. അപ്പൊ അതിന്റെ കൊള്ളലാഭവും എന്ത് ചെയ്യുന്നു? ഇടനിലക്കാർ വഴി ഇത്തരത്തിലുള്ള CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും ആളുകൾക്ക് കിട്ടുന്ന കൺസൾട്ടൻസി പ്രോഗ്രാമിന് വേണ്ടി മാത്രമാണ് 70ഓളം പദ്ധതികൾ അത് നടപ്പിലാക്കണം. ഇപ്പൊ എഥനോളിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് 10 കോടി മാറ്റിവെച്ചിരിക്കുന്നു. ഇപ്പോ പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ 25 കോടി. നമ്മൾ മനസ്സിലാക്കണം, പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ എന്താണ് ആ പദ്ധതി എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണത്? കീരി വളർത്തലാണോ? ഇനി വാവാ സുരേഷിനെ പോലെയുള്ള ആളുകൾക്ക് പ്രത്യേക പരിശീലനം നൽകി പാമ്പുകളെ മുഴുവൻ തല്ലിക്കൊല്ലാനോ? എന്താണെന്നറിയില്ല. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, നേരത്തെ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ സാറ് പറഞ്ഞതുപോലെ കേരളത്തിലെ 50% പഞ്ചായത്തുകളിൽ ഈ വന്യജീവിയും മനുഷ്യ സംഘർഷമുണ്ട്. അവിടെ അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന പണം എന്ന് പറയുന്നത് 40 കോടി രൂപയാണ്. ഇപ്പൊ നോക്കൂ, അതിനുവേണ്ടി മാത്രം ഇപ്പൊ അതിന്റെ പരിക്കുകളേറ്റ് ആളുകൾക്ക് പോലും പണം കൊടുക്കുന്നത് തികയില്ല. അപ്പൊ ശാസ്ത്രീയമായിട്ട് അവിടുത്തെ വന്യജീവി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം മിനിമം ഒരു 300 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് സാധിക്കുക. അപ്പൊ അതിനർത്ഥം ഇതൊക്കെ ഒരു പ്രഹസനമാണ്. പിന്നെ ഇവിടെ അദ്ദേഹം ജയരാജ് സാർ ഒരു വസ്തുത ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ കാർഷിക മേഖലയിൽ ചില ഉൽപാദനം കൂടിയിട്ടുണ്ട്. അതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ നയമാണ്. ഇപ്പോ ഈ നെൽകൃഷിയിലേക്ക് ജനങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇപ്പൊ ഫസൽ ബീമ യോജന പോലെയുള്ള പദ്ധതികൾ നെൽ കർഷകന്മാർക്ക് താങ്ങുവില കൂട്ടി നൽകുന്നു, കൊപ്രയ്ക്കുള്ള താങ്ങുവില വർദ്ധിക്കും. ഇത് കേന്ദ്ര സർക്കാർ പദ്ധതി ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഈ സംസ്ഥാന സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ടാണ്. ആദ്യം ഈ ജയരാജന്റെ ആളുകൾ ചെയ്യേണ്ടത്, നിങ്ങൾ കർഷകന്മാരെ സഹായിക്കേണ്ട, കർഷകന്മാർക്ക് കൊടുക്കാനുള്ള നെല്ല് സംഭരിച്ചതിന്റെ കുടിശ്ശിക നിങ്ങൾ ആദ്യം കൊടുക്കൂ. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ടല്ലേ നിങ്ങൾ വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ടത്. കുടിശ്ശിക പോലും കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഇപ്പോ നോക്കൂ, നമ്മുടെ രാജ്യത്തിനകത്ത് ഇപ്പൊ ഇവർ വലിയ നവീകരണം നടത്തിയത് കിഫ്ബി എന്ന്, ഈ ബഡ്ജറ്റിനകത്ത് ആകെ നടത്തിയിട്ടുള്ള സാധനം കിഫ്ബി എന്ന് പറയുന്നത് ഒരു ഇൻകം ജനറേറ്റീവ് സംവിധാനമാക്കി മാറ്റി. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കിഫ്ബി നിർമ്മിച്ച പണത്തിന് സ്വാഭാവികമായിട്ട് ഞാൻ പണം കൊടുത്തുകൊണ്ട് എന്റെ റോഡിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കേരളത്തെ മാറ്റിയിരിക്കുകയാണ്. അല്ലാതെ കർഷകന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഹോർട്ടിക്കൾച്ചർ മേഖല ഇനി വലിയൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ് ഹോർട്ടിക്കൾച്ചർ മേഖല കേരളത്തിൽ. ആ മേഖലയുടെ വികാസത്തിന് വേണ്ടി എത്ര രൂപയാണ് ഇവർ ചെലവഴിച്ചിട്ടുള്ളത്? അപ്പൊ ഞാൻ പറയും, ചില പദ്ധതികൾ കിട്ടി 5 കോടിയോ 10 കോടിയോ ചെലവ് കൊടുത്തത് കൊണ്ട് മാത്രം ഒരു കേരളത്തിന് സമഗ്രമായിട്ടുള്ള ഒരു കാർഷിക മേഖല വികസനം സാധ്യമാകില്ല. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നെൽകൃഷിയുണ്ട് കേരളത്തിൽ. ഇപ്പൊ കേരകൃഷിയുണ്ട്. ഇപ്പൊ തെങ്ങ് കൃഷിയുടെ വിസ്തൃതിയിൽ കേരളം 1ാം സ്ഥാനത്താണ്. പക്ഷെ ഉൽപാദനത്തിൽ നമ്മൾ ഇന്ന് 4ാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത്. ഇതാണോ കേരള മോഡൽ?
നമ്മളെക്കാൾ ഏറ്റവും പിറകിലായിരുന്ന തമിഴ്നാട് ഇന്ന് കേരകൃഷിയിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഉൽപാദനം കൂടിയിരിക്കുന്നു. നമ്മൾ നോക്കൂ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരകൃഷി കൊണ്ട സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലെ വികാസത്തിന് വേണ്ടി യാതൊന്നും ചെയ്യില്ല. പിന്നെ നാളികേരത്തിന്റെ വില വർദ്ധിപ്പിക്കുമ്പോഴത്തേന് അവന്റെ ഈ നാളികേര കൃഷിയുടെ അല്ലെങ്കിൽ കേരകൃഷിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. നെൽകർഷകനും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇപ്പോൾ നെൽകർഷകൻ എന്തുകൊണ്ടാണ് നെൽകൃഷിയിലേക്ക് വരാനുള്ള കാരണം? കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പല പദ്ധതികളുടെ ഗുണഭോക്താക്കളായി നേരിട്ട് നമ്മുടെ കർഷകർ മാറി എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് അടക്കം നേരിട്ട് കേരളത്തിലെ കർഷകനും 5 ലക്ഷത്തിന്റെ വായ്പ പരിധിയുണ്ട്. ഇപ്പൊ മത്സ്യകൃഷി ചെയ്യുന്നവരായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ ആടുകളെ വളർത്തുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും ഇതിന്റെ ഗുണഭോക്താക്കളാണ്. അത് ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ കാർഷിക മേഖലയിലെ ഇടപെടലാണ്. കേരള സർക്കാർ ഈ സംസ്ഥാനത്തെ കർഷകന് വേണ്ടി എന്ത് ചെയ്തു? ഇപ്പോ റബ്ബർ കർഷകൻ, മലയോര മേഖലയിലെ റബ്ബർ കർഷകന്മാരുണ്ടല്ലോ, മിനിമം സപ്പോർട്ട് പ്രൈസ് ഇവർ എത്ര കാലമായി പറയുന്നു. റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിന് വേണ്ടി ഈ പദ്ധതിക്കകത്ത് എത്ര രൂപ മാറ്റിവെച്ചിട്ടുണ്ട്? എന്താ നിങ്ങൾ മിനിമം സപ്പോർട്ട് പ്രൈസ്? ഞാൻ തിരികെ എത്താം, കേന്ദ്ര പദ്ധതികളിലേക്ക് തിരികെ എത്താം. കാര്യം പുതിയൊരു കാർഡ് കൂടി അങ്ങേയും പ്രത്യേകിച്ച് ഈ ജയരാജ് സാറിൻ്റെ കണക്ക് കണ്ടപ്പോൾ എനിക്കും ഒരു കൗതുകം വന്നു. എനിക്കും ഒരു കണക്ക് കാണിക്കാനുണ്ട് പ്രേക്ഷകരെയും ബഹുമാനപ്പെട്ട അതിഥികളെയും. പ്രൊഫസർ ജയരാജിലേക്ക് പോകുന്നു. പ്രൊഫസർ ജയരാജ്, ഡോക്ടർ ജയരാജ്, ഒരു കണക്ക് കാണിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് അല്പസമയത്തിനുള്ളിൽ സ്ക്രീനിൽ കാണിക്കാം. അതിനു മുമ്പ് ചാക്കോ സാറും പ്രിൻഡു മഹാദേവും പറഞ്ഞ വിമർശനങ്ങൾ. അങ്ങ് പറഞ്ഞത് പദ്ധതികൾ പ്രഖ്യാപിച്ച് വളരെ ആകർഷകമായ രീതിയിൽ, സ്വപ്നം കാണിക്കുന്ന രീതിയിൽ തുക പറയുന്നു. ഇതെവിടെ നിന്ന് കണ്ടെത്തുമെന്നോ അല്ലെങ്കിൽ വകയിരുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വിമർശനം. അങ്ങയുടെ മറുപടി കേട്ട് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് തോന്നുന്നത് കേരളം ഒരു ഫെഡറൽ സംവിധാനത്തിൽ പെട്ടതാണ്. കേരളത്തിന് ആവശ്യമായ പണം കൊടുക്കേണ്ടുന്നത് ഭാരത സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് രാജ്യത്തുണ്ട് കൊടുക്കുന്നതിൻ്റെ, അതായത് വിദേശ നാണ്യ രാജ്യം കൈപ്പറ്റുന്നതിൻ്റെ 21% കേരളത്തിൽ നിന്നാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. അതുപോലെ GST, IGST. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. പല പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടാണ് പല പച്ചക്കറി. ഈ 117 കോടി 17.08 കോടി ടൺ മതിയോ കേരളത്തിലെ ഭക്ഷണത്തിന് വേണ്ടി? ഇവിടെ ചിലവാകുന്ന മത്സ്യം ഓക്കെ, നമുക്ക് തീരദേശങ്ങളിൽ നിന്ന് മത്സ്യം സമൃദ്ധമായി കിട്ടുന്നുണ്ട്. പക്ഷേ മാംസവർഗ്ഗങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ്, പച്ചക്കറികൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ്, നെല്ല് ഉൾപ്പെടെ നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. കാരണം കേരളം അടിസ്ഥാനപരമായിട്ടൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. പിന്നെ വന്യജീവി പോരാട്ടത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതിനു മുമ്പ് ഈ പാംപ്ലാനി പിതാവ് പറഞ്ഞ ഒരു വിഷയം, പാംപ്ലാനി പിതാവ് പല സമയത്തും പല പ്രസ്ഥാനങ്ങൾ നടത്താറുണ്ട്. റബ്ബറിന് താങ്ങുവില വർദ്ധിക്കുന്നത് 300 രൂപ കൊടുക്കുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പാംപ്ലാനി പിതാവ് പൊതുവെ ലൈം ലൈറ്റിൽ വരുന്നത്. ആദ്യത്തെ പ്രസ്താവന അതായിരുന്നു, അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. എന്നിട്ട് റബ്ബറിൻ്റെ താങ്ങുവില കൂട്ടിയോ? ഇല്ലല്ലോ, ഒരു കൂട്ടലും ഉണ്ടായില്ലല്ലോ. കേന്ദ്ര ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് നന്നായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം അങ്ങനെ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ത്രട്ടൺ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് ഇത് ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമില്ല. അത് അങ്ങനെ തള്ളിപ്പോയി. അടുത്തത് ഇപ്പോൾ വന്നിരിക്കുന്നത് കർഷക സ്നേഹം പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിനോടുള്ള സകല ബഹുമാനം നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, അദ്ദേഹം ഒരു തർക്കം പരിഹരിക്കാനായിട്ട് എറണാകുളത്തേക്ക് വന്നിരുന്നു. എന്നിട്ട് ആ തർക്കം എന്തായി? അവരുടെ ആത്മാരുടെയും ക്രൈസ്തവ പുരോഹിതന്മാരുടെയും തർക്കം പരിഹരിക്കാൻ സാധിക്കാതെ അങ്ങനെ തിരിച്ചുപോയി. മൂന്നാമത് ഇന്ന് പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടറിൽ നിന്ന് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, കർഷകൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കർഷക സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നമ്മൾ കൂടുതലും ആ ഭാഗത്ത് കൂടുതലും ക്യാഷ് ക്രോപ്സ് ആണ്. ഈ ക്യാഷ് ക്രോപ്സ് അന്നം തരുന്ന കർഷകരല്ല തലശ്ശേരി അതിരൂപതയിൽ കൂടുതലുള്ളത്. റബ്ബർ പോലുള്ള പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് അവിടെ കൂടുതലുള്ളത്. കാർഷിക മേഖലയിൽ വളരെ കുറച്ച് ഉൽപ്പാദനം ഉള്ള ഒരു സ്ഥലവും കൂടിയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗന്ധവ്യഞ്ജനം ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് താങ്ങുവില ഇതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വന്യജീവി സംരക്ഷണം വേണമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷവും പിന്നെ നമ്മുടെ ഭരണപക്ഷവും കൂടെ ചേർന്നിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. നിസ്സാരമായൊരു കാര്യമാണ്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായിട്ട്, കാര്യം കാട്ടുപന്നി പെറ്റുവരിക്കും. ഇപ്പം ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ സിറ്റിക്കകത്താണ് താമസിക്കുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് എൻ്റെ പറമ്പിലും വന്ന് കാട്ടുപന്നി എത്ര വേലി കെട്ടിയാലും എത്ര ഇതൊക്കെ വെച്ചാലും അവിടെ വന്ന് കയറി ഇറങ്ങി. അതായത് ഇവിടുന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ എനിക്ക് സിറ്റിയിലേക്ക്. പക്ഷേ ഇവിടെ കാട്ടുപന്നി ആക്രമണം ഈ പ്രദേശത്ത് വളരെ രൂക്ഷമാണ്. ഇവിടുത്തെ കർഷകരുടെ എല്ലാ വാഴകളും കുത്തിമറിച്ചിടുക, അതുപോലെ തന്നെ മരച്ചീനി കുത്തിമറിച്ചിടുക, മറ്റു വിളകളെല്ലാം നശിപ്പിക്കുക. ഈവൻ ചീര പോലും നട്ടുവെക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുപന്നിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അത് ഫോറസ്റ്റിൻ്റെ പ്രത്യേക പെർമിറ്റ് വേണം. അവർ വന്നിട്ട് വെടിവെച്ച് വന്നിട്ട്
മണ്ണെണ്ണ ഒഴിച്ച് അത് കുഴിച്ചിടുക, അങ്ങനെ ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് കാട്ടുപന്നി ആരും അങ്ങനെ ശിക്ഷ ഭയന്നു ആരും ഒന്നും ചെയ്യാറില്ല. തൽക്കാലം മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്രം എന്താ പറഞ്ഞത്? കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര നിയമത്തിന് അടിസ്ഥാനപരമായിട്ടാണ് നമ്മൾ ഈ വന്യജീവി സംഘടനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ടൈഗർ ഈ പറഞ്ഞത് കണക്കുപോലെ തന്നെ ഒരു റിസർവ് ഫോറസ്റ്റിനകത്ത് ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ എന്ന് പറയുന്നത്, ഓസ്ട്രേലിയയിൽ മാത്രമേ ഉള്ളൂ കങ്കാരുക്കൾ എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ കങ്കാരുക്കൾ മനുഷ്യനെ ശല്യം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും, വളരെയധികം പെരുകുമ്പോഴത്തേക്കും അവർ കള്ളിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇടുകയും കങ്കാരുക്കളെ വെടിവെച്ച് കൊല്ലാനും കങ്കാരുവിൻ്റെ മീറ്റ് ഉപയോഗിക്കാനും ഒക്കെ ഉള്ള ഒരു പെർമിഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുക. അത് തന്നെയാണ് പ്രകൃതിയുടെ ഒരു നിയന്ത്രണം വേണ്ടത്. ഇപ്പം മാനുകൾ പെരുകിക്കഴിഞ്ഞാൽ പുൽമേടുകൾ ഇല്ലാതാവും. അപ്പം ഇതിനകത്ത് പ്രിഡേറ്റർഷിപ്പിനകത്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നതാണ് കടുവകൾ. കടുവകൾ നശിച്ചു കഴിഞ്ഞാൽ ഈ സൈക്കിൾ മൊത്തം നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കടുവകളെ സംരക്ഷിക്കുന്നത്. പക്ഷേ കടുവകൾക്കൊരു ലിമിറ്റില്ലേ? ആ കടുവകൾ ഒരു ലിമിറ്റിൽ കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ കടുവകൾക്കൊരു ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറിയിൽ പുതിയ കടുവകളെ കയറ്റത്തുമില്ല. അതിനൊരു പ്രത്യേക ഏരിയയിൽ മൊത്തം ഇത് വിഹരിച്ച് നടക്കുന്ന ഇതാണ്. അല്ലാതെ നമ്മൾ ചിത്രകഥയിൽ കാണുന്ന പോലെ സിംഹവും കടുവയൊക്കെ ഗുഹയിലാണ് താമസിക്കുന്നതെന്നൊക്കെ ചിത്രകഥകളിലും കുട്ടിക്കഥകളിലും മാത്രമേ ഉള്ളൂ. അത് കാട് മുഴുവൻ ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് നടക്കുന്ന ജീവിയാണ്. അത് എവിടെങ്കിലും കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ വെള്ളം കിട്ടാതാകുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ അത് കാടാണെന്ന് കരുതി തന്നെ നാട്ടിലേക്ക് ഇറങ്ങും. കാരണം ഈ പ്ലാന്റേഷൻസ് വെച്ച് നമ്മുടെ വന്യജീവി അല്ലെങ്കിൽ പിന്നെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കണക്ക് ഒന്ന് കേൾക്കണം. കാര്യം നമ്മുടെ ചർച്ചയുടെ ഫോക്കസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ബജറ്റ് കർഷകർക്കായി എന്ത് ചെയ്തു, മലയോര കർഷകരെ അവഗണിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ച് ദ്രോഹിക്കുകയല്ലേ ചെയ്തത് എന്നുള്ളതായിരുന്നു ഫോക്കസ്. ഒരു ചെറിയ കണക്ക് നമുക്കൊന്ന് നോക്കാം. PCR അതൊന്ന് പ്ലേ ചെയ്യുമോ? ഈ കാണുന്നത് ഒരു കണക്കാണ്. 2009-10 മുതൽ 2024-25 വരെ. ഇപ്പോൾ കാണുന്ന ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം, ആദ്യത്തെ കോളത്തിൽ കാണുന്നത് വർഷമാണ്, രണ്ടാമത്തെ കോളത്തിൽ കാണുന്നത് കേന്ദ്ര വിഹിതമാണ്. ഇത് നെല്ലിൻ്റെ താങ്ങുവില. രണ്ടാമത്തെ കോളത്തിൽ സംസ്ഥാന വിഹിതം, മൂന്നാമത്തെ കോളത്തിൽ താങ്ങുവില അഥവാ പ്രൊക്യൂർമെൻറ്റ് പ്രൈസ്. നമുക്ക് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്കുകൾ ആണല്ലോ എല്ലാത്തിനും ആധാരം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണക്കൊന്ന് നോക്കാം. കണക്കിൽ 2009-2010 കേന്ദ്ര വിഹിതം 9.5 രൂപ, സംസ്ഥാന വിഹിതം 2.5 രൂപ, താങ്ങുവില 12 രൂപ. ഓക്കെ, അതങ്ങനെ 2018-19 കണക്ക് കൂടി ഒന്ന് നോക്കണം. 2018-19 ആയപ്പോഴേക്കും 17.5 രൂപ കേന്ദ്ര വിഹിതം, 7 രൂപ 80 പൈസ സംസ്ഥാന വിഹിതം, താങ്ങുവില 25 രൂപ 30 പൈസ. കണ്ടല്ലോ, ഈ താങ്ങുവിലയുടെ ഇന്നത്തെ അവസ്ഥയൊന്ന് നോക്കണം. ഇനി 2014-15 ഒന്ന് നോക്കണം, 2013-14 നോക്കണം. 13 രൂപ 10 പൈസയായിരുന്നു 2013-14. കേന്ദ്ര വിഹിതം 13 രൂപ 10 പൈസ, സംസ്ഥാന വിഹിതം 4 രൂപ 90 പൈസ, പ്രൊക്യൂർമെൻറ്റ് പ്രൈസ് 18 രൂപ. നേരെ നമുക്ക് 2024-25 വന്നാലോ? കേന്ദ്ര വിഹിതം എത്തി നിൽക്കുന്നു 23 രൂപയിലേക്ക്, സംസ്ഥാന വിഹിതം 5 രൂപ 20 പൈസ. അതായത് 2019-20 8 രൂപ 80 പൈസയായിരുന്ന കേന്ദ്ര വിഹിതം 5 രൂപ 20, സംസ്ഥാന വിഹിതം 5 രൂപ 20 പൈസയായി കുറഞ്ഞിരിക്കുന്നു. 2019-20 18.4 രൂപയായിരുന്ന കേന്ദ്ര വിഹിതം 23 രൂപയായി വർദ്ധിച്ചപ്പോഴാണ് ഒരു കിലോയ്ക്ക് സംസ്ഥാന വിഹിതം 8 രൂപ 80 പൈസയിൽ നിന്ന് 5 രൂപ 20 പൈസയാക്കി കുറച്ചിരിക്കുന്നത്. ഈ കണക്ക് തന്നെയല്ലേ സർ കേന്ദ്രം സഹായം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സംസ്ഥാനം കുറച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളതിൻ്റെ കണക്കല്ലേ സർ ഇത്? ഇതിനെന്ത് മറുപടി പറയും? എങ്ങനെ ന്യായീകരിക്കും? ഇതിന് കൃത്യമായ മറുപടി ഉണ്ടല്ലോ. കേരളത്തിന്റെ പരിധികളെല്ലാം വെട്ടിക്കുറച്ചിരിക്കുകയല്ലേ. ഈവൻ കിഫ്ബി പോലും കടമെടുപ്പിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയല്ലേ. പിന്നെ ഇങ്ങോട്ട് തരുന്ന പണം എന്ന് പറയുന്നത് ഈ കാർഷിക സബ്സിഡിയിൽ സിഗ്സാഗ് ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പണം അനുസരിച്ചല്ലേ നമുക്ക് ചെലവാക്കാനായിട്ട് പറ്റത്തുള്ളൂ. കേന്ദ്ര വിഹിതം കുറവാണ്. കേന്ദ്രത്തിന് അനുവദിച്ച എത്ര പദ്ധതികളാണ് കേരളത്തിന് അനുവദിച്ചത്? അതുപോലെ തന്നെ നാഷണൽ ഹൈവേ വികസനത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ഷെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിനാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ തന്നെ
വിഴിഞ്ഞം പദ്ധതിക്ക് നമുക്ക് ലോൺ തരാമെന്ന് പറഞ്ഞിട്ട് അല്ല ലോൺ ആക്കി മാറ്റിയിട്ട് അതിന്റെ പലിശ കേരളം കൊടുക്കണമെന്ന സ്ഥിതി വന്ന് ആക്കി വെച്ചിട്ടില്ലേ കേന്ദ്ര ഗവൺമെന്റ്? പല കാര്യങ്ങളിലും ഉണ്ട്. അതായത് BJP ആൻഡ് ഇറ്റ്സ് അലൈസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേക നയവും BJPക്ക് എതിരായിട്ട് നിൽക്കുന്ന കക്ഷികൾ ഭരിക്കുന്ന സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേക നയവും തന്നെയാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. അങ്ങയുടെ മറുപടി വ്യക്തമാണ്. പ്രിൻഡു മഹാദേവ്, വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അങ്ങയുടെ ക്രൂരത ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ശ്രീ പ്രിൻഡു മഹാദേവ്, എത്ര കോടി ചോദിച്ചു കടമെടുത്തോട്ടെ എന്ന് ജയരാജ് സാർ ഞാൻ വരാം. ജയരാജ് സാർ ഈ പോയിന്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. അടുത്ത സംസ്ഥാനങ്ങൾ, ഡെവലപ്പിംഗ് സംസ്ഥാനങ്ങൾക്ക് അതിനനുസരിച്ച് ആനുപാതികമായിട്ട് ഫണ്ട് കൂട്ടി കൊടുക്കണ്ടേ? ഇതൊന്നും ചെയ്യാത്ത ഈ ഒരു അവസരത്തിൽ അല്ല, അങ്ങയുടെ മറുപടി വ്യക്തമാണ്. ജയരാജ് സാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. പ്രിൻഡു മഹാദേവ്, എത്ര രൂപ കടമെടുക്കാൻ നമ്മൾ അനുമതി ചോദിച്ചു? എത്ര കോടി രൂപയ്ക്ക് അനുമതി തേടി? സമ്മതിച്ചോ? കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചില്ലേ? കടമെടുക്കരുതെന്ന് പറഞ്ഞില്ലേ കേരളത്തോട്? എത്ര തവണ ചോദിച്ചു? ഇവിടെ നിന്ന് പറഞ്ഞു, കത്തയച്ചു, ഡൽഹി പോയി പറഞ്ഞു. കടമെടുക്കാൻ സമ്മതിക്കാതെ കേന്ദ്രവിഹിതം കൂട്ടിയിട്ട് സംസ്ഥാന വിഹിതം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കൂ ശ്രീ പ്രിൻഡു മഹാദേവ്. അതെ, അതുകൊണ്ടല്ല സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾക്ക് കേന്ദ്രം തരുന്ന പണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മേടിച്ച് പോയിക്കോളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങളിലെ വസ്തുത അതൊന്ന് നമ്മൾ ക്ലാരിറ്റി വരുത്തണം, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കലായി മാറും. ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാർ കൊടുത്തു എന്ന പണം ഭൂമി ഏറ്റെടുക്കുന്ന പണത്തിന്റെ 25% മാത്രമാണ്. അല്ലാതെ നാഷണൽ ഹൈവേയുടെ റോഡ് വികസനത്തിലല്ല ജയരാജ് സാർ, അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ. അത് ഒന്നാമത്തെ കാര്യം. അങ്ങ് പറഞ്ഞ ഈ കേന്ദ്രമൊന്നും കൊടുത്തില്ല എന്ന് അങ്ങും ധനകാര്യമന്ത്രിയും ഞാൻ ചോദിക്കട്ടെ, റവന്യൂ ഡെഫിഷ്യന്റ് ഗ്രാന്റ് 55,000 കോടി രൂപ കിട്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണുള്ളത് സാർ? GST കോമ്പൻസേഷൻ ഏറ്റവും കൂടുതൽ കിട്ടിയ സംസ്ഥാനം ഏതാണ് സാർ? GST കോമ്പൻസേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്ക് മാത്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് 10 വർഷം കൊണ്ട് 2,22,000 കോടി രൂപയുടെ നികുതി പദ്ധതിയേതര വിഹിതം കിട്ടിയത് സർ ഈ കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിനാണ്. ഇതൊന്നും പിണറായി നിങ്ങളുടെ ബാലഗോപാൽ ഒരു സ്ഥലത്തും പറഞ്ഞില്ല. പക്ഷെ നിയമസഭയിലും പാർലമെന്റിനകത്തും നടന്ന ചർച്ചയിൽ, നിയമസഭയ്ക്കകത്ത് ചർച്ചയിൽ അന്ന് IC ബാലകൃഷ്ണൻ വയനാട് MLA അദ്ദേഹം നടത്തിയ ചർച്ചയിൽ ആധികാരികമായിട്ട് നിങ്ങൾക്ക് സമ്മതിക്കേണ്ട കാര്യമാണ്. പാർലമെന്റിനകത്തും കേരളത്തിൽ നിർമ്മല സീതാരാമൻ വന്ന സമയത്തും കേരളത്തിൽ കേന്ദ്രം 1 രൂപ പോലും തരാൻ ഇല്ല എന്ന് പറഞ്ഞതാണ്. പിന്നെ കടമെടുക്കുന്നത് ഒരു പരിധിയുണ്ട്, അത് നിശ്ചയിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിലെ ധനകാര്യ കമ്മീഷനാണ്. സ്വാഭാവികമായിട്ട് അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഇപ്പോൾ തന്നെ നോക്കൂ, GSTPയുടെ 29% കൂടുതൽ നമ്മൾക്ക് കടമെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ GSTPയുടെ 39% കേരളത്തിന്റെ കടബാധ്യത. അപ്പൊ നോക്കൂ, ഒരു സംസ്ഥാനം ഇങ്ങനെ വലിയ കടബാധ്യതയിൽ ആയിക്കൊണ്ട് ഈ ഇന്ത്യക്ക് തന്നെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. കാരണം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് രാജ്യം മുഴുവൻ മാറുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ധനകാര്യ മാനേജ്മെന്റ് ഉള്ള ഒരു രാജ്യമാണ്, ഒരു ധനകാര്യ വകുപ്പും ധനകാര്യ മന്ത്രിയുമുള്ള രാജ്യമാണ് ഇന്ത്യ. അവിടെ സ്വാഭാവികമായിട്ട് ധൂർത്തും കടമെടുക്കലും മാത്രമുള്ള ഒരു സംസ്ഥാനത്തെ നിയന്ത്രിക്കേണ്ടത് ധനകാര്യ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ നോക്കൂ, അല്ലെങ്കിൽ ഇതൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു നാട്ടുരാജ്യമൊന്നുമല്ലല്ലോ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് കടമെടുക്കുന്നതിന് പരിധിയുണ്ട്. അതോടൊപ്പം തന്നെ നോക്കൂ, ഇപ്പോ നമ്മുടെ ധനകാര്യ മന്ത്രി പറഞ്ഞു 88,000 കോടി രൂപ നമ്മൾ തനത് വരുമാനം എടുത്ത് നമ്മൾ നികുതി പിടിച്ചെടുത്ത്. ഈ പണം ഇത് ആദ്യം ചെയ്താൽ മതിയായിരുന്നു. നിങ്ങൾ ഈ GST കോമ്പൻസേഷനും റവന്യൂ ഡെഫിഷ്യന്റ് ഗ്രാന്റ് മാത്രം നോക്കി നിന്നുകൊണ്ട് കേരളത്തിൽ ലഭിക്കേണ്ട അനവധി മേഖലയിൽ നിൽക്കേണ്ട പണം 26,000 കോടി രൂപ പിരിക്കാനുണ്ടെന്ന് കണ്ടെത്തിയ CAG ആണ്. CAG റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് ഈ പണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ ഈ നികുതി വിധിച്ചപ്പോഴാണ് ഇപ്പോൾ ചെറിയൊരു രീതിയിലെങ്കിലും ധനകാര്യ പ്രതിസന്ധി മാറി എന്ന് പറയുന്നത്. പിന്നെ IGST ഇനത്തിൽ മാത്രം ഇപ്പൊ 15,000 കോടി രൂപയുടെ ഇത് ഞങ്ങൾ മുമ്പ് പറഞ്ഞതാണ്. E-way ബില്ല് നടപ്പിലാക്കും. നിങ്ങൾ E-way ബില്ല് നടപ്പിലാക്കൂ. E-way ബില്ല് നടപ്പിലാക്കി IGST ഇനത്തിലുള്ള വലിയ 15,000 കോടി രൂപയുടെ പണമാണ് കേരളത്തിൽ ലഭിക്കേണ്ടതുണ്ടായിരുന്നത്. അത് കിട്ടി. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ചെറിയ രീതിയിൽ ഇങ്ങനെ പരിഹരിക്കാനായത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ അത് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കിയാൽ മതി. ഇപ്പോൾ ഇനിയും കിട്ടേണ്ട മേഖലകളുണ്ട്. ഇനിയും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള വിവിധ മേഖലകളുണ്ട്. ഇപ്പൊ ബാറ്, കോറി തുടങ്ങിയിട്ടുള്ള പാട്ടത്തുക
അതോടൊപ്പം തന്നെ ഈ ഗോൾഡ് മേഖലയിലുള്ള വേ ബിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ 10,000 കോടി രൂപ ഈ സർക്കാരിന് ടാക്സ് ഇനത്തിൽ ലഭിക്കും. ഇതൊന്നും ചെയ്യാതെ വൻകിട കുത്തകകൾക്ക് വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് കർഷകരെ നോഹിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ധനകാര്യ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഈ കേരളത്തിൽ നോക്കൂ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിന്റെ കാർഷിക പ്രതിസന്ധിക്കുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, നമ്മളുടെ ചില വിളകളുണ്ട്, അതിന് ആഗോള തലത്തിലുള്ള ബ്രാൻഡിംഗ് ഉണ്ട്, അങ്ങനെ വിജയിച്ച ചില ക്ലസ്റ്ററുകൾ ഉണ്ട്. ഇപ്പോ നമ്മളുടെ എറണാകുളം ജില്ലയിൽ തന്നെ നമുക്കറിയാം, ഈ എറണാകുളം ജില്ലയിലെ ഈ പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട വാഴക്കുളം ക്ലസ്റ്റർ മേഖലയിൽ ഈ വാഴക്കുളം പൈനാപ്പിൾ കൃഷി ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരു ബ്രാൻഡാണ്. ഇപ്പൊ നോക്കൂ, ഈ ഓരോ സംസ്ഥാനങ്ങളും ഇത് ബ്രാൻഡിങ് നടത്തുന്നുണ്ട്, ഓരോ ക്ലസ്റ്ററുകളായി തിരിച്ചിട്ട്. ഇപ്പൊ നോക്കണ മഹാരാഷ്ട്രയാണെങ്കിൽ ഈ മുന്തിരിയുമായി ബന്ധപ്പെട്ട ക്ലസ്റ്ററുകളാണുള്ളത്, ഗുജറാത്ത് ആണെങ്കിൽ ഉരുളക്കിഴങ്ങ് ക്ലസ്റ്ററുകളാണുള്ളത്, ഗുജറാത്തിലാണെങ്കിൽ അതുപോലെ പഞ്ചാബിലാണെങ്കിൽ തക്കാളിക്കുള്ള ക്ലസ്റ്ററുകളാണ്. അതുപോലെ നോക്കൂ, കേരളത്തിലെ കുരുമുളക് ആയിക്കോട്ടെ, ഗ്രാമ്പു ആയിക്കോട്ടെ, ഏലം ആയിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ, വിവിധ ഇനം വാഴ ഇനങ്ങളായിക്കോട്ടെ, കേരളത്തിലെ തനത് മത്സ്യകൃഷിയുടെ പ്രോത്സാഹനമുള്ള മേഖലകളായിക്കോട്ടെ, ഇങ്ങനെ ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് ഓരോ മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പണം ചെലവഴിച്ചു കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള കാർഷിക മേഖലയുടെ വികാസം ഈ കേരളത്തിലുണ്ടാവും. അതിനൊന്നും പറ്റാതെ ഈ കൺസൾട്ടൻസികൾക്ക് പണം നൽകിക്കൊണ്ട് കേരളത്തിലെ കർഷകരെ ദ്രോഹിക്കാനുള്ള നടപടികളിൽ നിന്ന് ഈ സർക്കാർ പിൻവാങ്ങണം. ഇപ്പൊ ജയജയ സാറിനൊക്കെ വേണമെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പലതും പറയും, അദ്ദേഹത്തിന് തന്നെ അറിയാം ഇത് ന്യായീകരിക്കാൻ വേണ്ടി പറയുകയാണ്. അതിനപ്പുറം കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സമയം വളരെ കുറവാണ്. ഞാൻ ഒന്ന് ജയരാജ് സാറിന് അവസരം കൊടുക്കട്ടെ. അതിനൊപ്പം രണ്ട് കാര്യങ്ങൾ ഇനി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ജയരാജ് സാറിലേക്ക് തന്നെയാണ് വരുന്നത്. 2 പോയിന്റ് കൂടി ചേർത്താൽ, കാര്യം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചാക്കോ സാറിലേക്കും വരാം. 2 പോയിന്റ്. ഇപ്പോൾ ഈ കടമെടുപ്പ് പരിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേന്ദ്ര ബജറ്റിൻ്റെ തലേ ദിവസം ജനൻ TV ഒരു വാർത്ത ചെയ്തിരുന്നു. എന്തുകൊണ്ട് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിയന്ത്രണം വന്നു എന്ന്. അതിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമുണ്ട് സർ. നിങ്ങൾ 2000-ഓ 4000-ഓ 5000-ഓ 10,000-ഓ കോടി കടമെടുക്കാൻ പോകുമ്പോൾ നിങ്ങളത് എന്തിന് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം. നിങ്ങൾ ഇതിനു മുമ്പ് എടുത്ത കടം നിങ്ങൾ ഏത് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു? നിങ്ങൾ എത്ര പാലമുണ്ടാക്കി? നിങ്ങൾ എത്ര റോഡുണ്ടാക്കി? നിങ്ങൾ എത്ര പുതിയ പദ്ധതികൾ കൊണ്ടുവന്നു? പ്രോജക്റ്റ്. നമ്മൾ കടമെടുക്കുന്നത് ശമ്പളം കൊടുക്കാനാണ് സർ. നമ്മൾ കടമെടുക്കുന്നത് നവകേരള സദസ്സിന് ചെലവഴിക്കാനാണ് സർ. നമ്മൾ കടമെടുക്കുന്നത് പബ്ലിസിറ്റിക്കാണ് സർ. ആ കണക്ക് അവിടെയുണ്ട്. ആ കണക്കാണ് ചോദിക്കുന്നത് കേന്ദ്രം. യൂട്ടിലൈസേഷൻ. അതിന് മറുപടി പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം. ഇനി പാവം KN ബാലഗോപാലിനെ ഞാൻ കുറ്റം പറയില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ മുൻഗാമി ഒരുക്കിയ കിഫ്ബി എന്ന് പറയുന്ന ഒരു അന്തമില്ലാത്ത ഗുഹയിൽപ്പെട്ട് ഉഴലുകയാണ് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല. അങ്ങ് വ്യക്തിപരമായി ചോദിച്ചോളൂ. അതുകൊണ്ട് ഈ വിമർശനങ്ങൾക്ക് അങ്ങ് മറുപടി പറയൂ ജയരാജ് സർ. കാര്യം നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഇനിയൊരു 3-4 മിനിറ്റ് മാത്രമേ ഉള്ളൂ. കാര്യം ഉച്ചവാർത്തയ്ക്ക് ഉള്ള സമയമായി വരുന്നു. വളരെ പെട്ടെന്ന് ജയരാജ് സർ. ഇതിനകത്ത് വളരെ സുപ്രധാനമായിട്ട് വലിയ കാര്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് 2 കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. വയനാട് പാക്കേജ് എവിടെ പോയി? വയനാട്ടിൽ ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായല്ലോ, കേന്ദ്രത്തിൽ നിന്ന് 5 പൈസയുടെ സഹായം കിട്ടിയോ? അത് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനി കണക്ക് കൊടുത്തില്ല, മറ്റേത് കൊടുത്തില്ല എന്നൊക്കെയുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയാതെ വയനാടിന് വേണ്ടി അതിപ്പോൾ ടൗൺഷിപ്പ് വെച്ചപ്പോൾ പറയാണ് എക്കോ ഫ്രണ്ട്ലി സോണിലാണോ വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള മറു ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, എയിംസ് എവിടെ പോയി? എയിംസ് തരാമെന്ന് പറഞ്ഞിട്ട് എത്ര നാളുകൾ കൊണ്ട് നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എയിംസ് എവിടെ പോയി? ആ സമയം ഇത്തവണ ബീഹാറിന് കൊടുത്ത സാധനങ്ങളോ? അതുപോലെ തന്നെ ഇനി നമ്മൾ കൂടുതൽ വരുമാനം കണ്ടെത്തണം, കൂടുതൽ പിരിഞ്ഞെടുക്കണം. ഇനി വേ ബില്ലൂടെ ഗോൾഡിൻ്റെ കൂടെ ആക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങ് കേന്ദ്രത്തിന് കിട്ടിക്കോളും. അവിടുന്ന് പിന്നെ വരുന്നത് നമ്മൾ പോയി കേരളം അപ്രഖ്യാപിത സാമ്പത്തിക അടിയന്തരാവസ്ഥയായിട്ട് എത്ര നാളായി? കേരളത്തിനൊരു അപ്രഖ്യാപിത സാമ്പത്തിക അടിയന്തരാവസ്ഥ, അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടെന്നും കേരളത്തിലെ ജനത തോറ്റുപോവുകയോ മുട്ടുപടക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു BJP-കാരനോ BJP ഗവൺമെൻറ്റോ വിചാരിക്കുന്നെങ്കിൽ അത് മൗഢ്യമാണ്. കേരളത്തിന് ഒരു ബദലുണ്ടാവും. ആ ബദലാണ് കിഫ്ബി. ആ കിഫ്ബിയായിട്ട് മുന്നോട്ട് പോകും. പിന്നെ കടമെടുപ്പ്, കേന്ദ്രം കടമെടുക്കുന്നതിന്റെ പകുതിയുടെ പകുതി പോലും കേരളം കടമെടുത്തിട്ടില്ല ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ. കേന്ദ്ര കടപരിധി എടുത്ത് പരിശോധിച്ച് നോക്കൂ. 2 മിനിറ്റ് കൂടി ഉണ്ട്. എനിക്കൊന്ന് ചാക്കോസാറിലേക്ക് കൂടി പോകണം. 1 മിനിറ്റ് പ്രിന്റുവിലേക്ക് വരാം. കാരണം ജയരാജ് സാർ, നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് സംസ്ഥാന ബജറ്റാണ്. നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് പിതാവിന്റെ പരാതിയാണ്. നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് മലയോര കർഷകർക്ക് എന്ത് നൽകി എന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് കർഷകരുടെ കഴുത്തിന് പിടിക്കുക എന്തിനാണെന്നുള്ളതാണ്. അവിടേക്കാണ് അങ്ങ് വയനാട്ടിലെ ന്യായീകരണം. നമുക്ക് വരാം. ശരി ചാക്കോ സാർ, വളരെ പെട്ടെന്ന് 1 മിനിറ്റ്.
സമയം കഴിയുന്നു, അതാണ്. എനിക്ക് അല്പസമയം തരണം, കാരണം ഇദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുള്ളതുകൊണ്ട്. റബ്ബർ കർഷകനെ 300 രൂപയാക്കി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാമെന്ന് പ്രഖ്യാപിക്കുന്നത് അത് ആരാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും കർഷകന്റെ പക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ അവരെ കർഷകൻ സഹായിക്കുമെന്ന് പറയുന്ന ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് എന്തിനാണ് വ്യാഖ്യാനിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊന്ന്, തർക്കം പരിഹരിക്കാനായിട്ട് എറണാകുളം ഡയസിസിലേക്ക് പോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അതിന്റെ വിശദാംശങ്ങൾ അറിയാഞ്ഞിട്ടാണ്. ആ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അവിടെ തിരിച്ചു പോയ ആളല്ല. പിന്നെ കമ്പ്യൂട്ടർ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഭക്ഷണം എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ടെക്നോളജിയോടൊപ്പം നമ്മുടെ സനാതനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ യാഥാസ്ഥിക രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരെയും കർഷക വൃത്തിയെയും പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം വെച്ചത്. ഇദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കര കൂടുതലാണ്, കേന്ദ്രം ഇടപെടുന്നില്ല എന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മുഖ്യ വൈൽഡ് ലൈഫ് വാർഡൻ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇതിനകത്ത് നടപടിയെടുക്കാനുള്ള അവകാശമുണ്ടെന്ന്. കാട്ടുപന്നിയെ വെർമിനായി പ്രഖ്യാപിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷുദ്രജീവി, അത് കടുവയായാലും ആനയായാലും എന്തായാലും അത് മനുഷ്യോപദ്രവകരമായി തീർന്ന് അതിനെ വെർമിനായി പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇവിടുത്തെ കുറെ സ്യൂഡോ പരിസ്ഥിതിവാദികൾ ചേർന്നുകൊണ്ട് സർക്കാരും ഇവിടെയുള്ള ചില രാഷ്ട്രീയ പാർട്ടിയും കൂടെയുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വഴിയാണ് ഇതൊന്നും ഇവിടെ സാധ്യമാകാതെ പോകുന്നത്. അല്ലാണ്ട് അതിനെല്ലാം തന്നെ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഞാൻ വിചാരിക്കുന്നില്ല. തന്നെയല്ല, ജനങ്ങളെ ഓരോ കാര്യം പറഞ്ഞ് മോഹിപ്പിച്ച് കൊണ്ടുവരുന്ന ഭരണ സംവിധാനങ്ങൾ അതുപോലെ തന്നെ ആടി ഉലഞ്ഞു പോകുമെന്നുള്ളത് ഇപ്പൊ ഡൽഹിയിലെ ജനങ്ങൾ മറുപടി കൊടുത്തു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ ഇപ്പൊ ESA, EFL, ESS അതുപോലെ വന്യജീവി വിഷയങ്ങളിൽ ഞാൻ ആ വിഷയങ്ങളുടെ സമയക്കുറവ് മൂലമാണ്. പരിസ്ഥിതി നിയമങ്ങൾ ഇവിടെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ് സംസ്ഥാന സർക്കാർ അഡ്രസ് ചെയ്തിരിക്കുന്നത്? ഇതുവരെ ഇവിടുത്തെ കസ്തൂരക്കൻ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ESA കരട് വിജ്ഞാപനം അന്ത്യവിജ്ഞാപനമാക്കാൻ ആവശ്യമായ റിപ്പോർട്ട് ചോദിച്ചിട്ട് കർഷകർക്ക് അനുകൂലമായ വിധത്തിൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്ന വനപ്രദേശങ്ങളും റിസർവ് ഫോറസ്റ്റുകളും വേൾഡ് ഹെറിറ്റേജ് സൈറ്റും പ്രൊട്ടക്റ്റഡ് ഏരിയാസും മാത്രം തന്നാൽ മതിയെന്ന്. അതൊന്ന് ഡിമാർക്കേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന്റെ ഏരിയ കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതിന്റെ പേരിൽ 6 പ്രാവശ്യം ഇപ്പോൾ കരട് വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞ് 7ാം പുതിയ അന്ത്യവിജ്ഞാപനം ഇറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ആവശ്യപ്പെട്ട രേഖ ഇതുവരെ കൊടുത്തിട്ടില്ല. കർഷക സ്നേഹമാണ് ഞാൻ കാണിക്കുന്നത്. കർഷകർ വസിക്കുന്ന ഏകദേശം 1500ഓളം സ്ക്വയർ കിലോമീറ്റർ ഇതിനകത്ത് പെടുത്തി റിസർവ് ഫോറസ്റ്റായി കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചത് അത് കറക്റ്റ് ചെയ്യാതെ ഇത്തരത്തിൽ കബളിപ്പിക്കുന്ന രീതി ESA വിഷയത്തിൽ നിൽക്കുന്നുണ്ട്. ഏകദേശം 10,000-ഓളം കുടുംബങ്ങളും 40,000-ഓളം ഏക്കർ ഭൂമി EFLന്റെ പേരിൽ സംസ്ഥാന സർക്കാർ മാത്രം പിടിച്ചെടുത്ത് ആദിവാസികളെ അടക്കം വഴിയാധാരമാക്കി, കർഷകരെയും ആദിവാസികളെയും വഴിയാധാരമാക്കി ഇന്ന് ഒരു വഴിയിൽ കിടക്കുന്ന അവസ്ഥയുണ്ട് EFLലൂടെ ഇക്കോളജിക്കൽ ഫ്രജൈലിലാണെന്ന് പറഞ്ഞുകൊണ്ട്. അതിനും ഇവിടെ ഒരു മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനൊന്ന് ഇടപെടുന്നു, ക്ഷമിക്കണം. കാരണം ഉച്ച വാർത്തയ്ക്ക് ഇനി 3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങിപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്, ഞാനിത് പറയുന്നത് വെറും വാക്കല്ല, കേരളം നമ്മൾ ചർച്ച ചെയ്യേണ്ട വലിയൊരു വിഷയം തന്നെയാണ്. പല കമ്മിറ്റികളുടെ പേരിൽ വോട്ട് പിടിച്ച ഈ സർക്കാർ ഇതിന് മറുപടി പറയണം. അങ്ങ് പറഞ്ഞ വിഷയത്തിൽ ഒരു പ്രത്യേക ചർച്ച തന്നെയാവാം. പ്രിന്റു 30 സെക്കൻഡ് കാര്യം. ഉച്ചവാർത്തയ്ക്ക് സമയമെടുക്കുന്നു, പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു. നമ്മൾ പൊന്മുടിയിലേക്ക് റോപ്പ് വേ പണിയാൻ പോവുകയാണ്. ഈ വയനാട് പ്രളയ ദുരിതവുമായി ബന്ധപ്പെട്ട് വലിയൊരു തെറ്റിദ്ധരിപ്പിക്കൽ ജയരാജ് സാർ അടക്കം പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ 5016 കോടി രൂപയാണ് കേരളത്തിലെ ഓഗി അടക്കമുള്ള വിവിധ ദുരന്തങ്ങൾക്ക്, പ്രളയ ദുരന്തങ്ങൾക്ക് മാത്രം നൽകിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞല്ലോ, പിടിച്ച പണത്തിൽ നിന്ന്, കിട്ടിയ പണത്തിൽ നിന്ന് 75% നിങ്ങൾ ആദ്യം ചെലവാക്കൂ, എന്നിട്ടുള്ള കേന്ദ്രത്തിന്റെ പാക്കേജ് വരും സാർ. അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഒരു സംസ്ഥാനത്തെ സഹായിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സഹായം, വയനാടിന് സഹായം കിട്ടും. ആദ്യം നിങ്ങൾ ജനങ്ങളിൽ നിന്ന് പണം പിടിച്ച 700 കോടിയും ദുരിതാശ്വാസ നിധിയിലുള്ള 280 കോടിയും ചെലവഴിച്ചുകൊണ്ട് അവിടുത്തെ മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കും. ബാക്കിയുള്ള പണം കേന്ദ്രം ക്ഷമിക്കണം, സമയക്കുറവ് മൂലം മാത്രമാണ് നിർത്തുന്നത്. വളരെയധികം നന്ദി. വളരെ ക്രിയാത്മകമായ ചർച്ചയായിരുന്നു. നന്ദി, നമസ്തേ എല്ലാ അതിഥികൾക്കും. സൺഡേ ഡിബേറ്റ് പൂർണ്ണമാവുന്നു. ഇനി ഉച്ചവാർത്ത. നമസ്തേ.